കാട്ടാനയുടെ ആക്രമണത്തിൽ പൊങ്ങൻചുവട് വനവാസി ഉന്നതിയിലെ അന്തേവാസി മരണപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ പൊങ്ങൻചുവട് ഉന്നതിയിലെ പുഷ്പൻ വെള്ളക്കയ്യനാണ് മരണപ്പെട്ടത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിക്കുകയും തുടർന്ന് കുറുപ്പമ്പടി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾവനത്തിലെത്തിയ പൊങ്ങൻചുവട് ഉന്നതിയിലെ പുഷ്കരൻ വെള്ളക്കയ്യനാണ് കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടത്. ഉന്നതിയിലെ നിവാസികളായ മറ്റ് 4 പേർക്കൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്കരൻ ഉന്നതിയിലെ മൂപ്പനായ ശേഖരനെ വിവരമറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മരണം സംഭവിക്കുകയുമായിരുന്നു. മലഞ്ചിറക്കെടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്ത് അന്നേരം പുള്ളി കൊല്ലപ്പെട്ടതല്ല, അവിടെ വെച്ച് അന്നേരം ജീവനുണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്കും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിരുന്നു ആൾ. അത് മൊത്തം കീറി പൊളിച്ചൊരു ഇതൊക്കെ ആയിരുന്നു, പാടുകളും ഇതൊക്കെ ആയിരുന്നു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. കോതമംഗലം പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിക്കുന്ന മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.